ശാസ്ത്രം നമ്മെ നയിക്കുന്നു, അത് വഴി കാണിക്കുന്നു. ഈ താക്കോൽ വെച്ച് വികാസത്തിന്റെ വാതിൽ തുറക്കാം. നമസ്കാരം, ഞാൻ അക്ഷയ്. ഞാൻ ഇന്റീരിയർ ഡിസൈനിങ് വ്യവസായത്തിൽ പ്രവർത്തിക്കുന്നു. ഗ്രീൻ പ്ലൈ കഴിഞ്ഞ 30 വർഷങ്ങളായി മികച്ച ഉൽപ്പന്നങ്ങൾ കാഴ്ചവെക്കുന്നതിൽ പ്രഗത്ഭരാണ്. ഇന്ന് നമ്മൾ ഇവിടെ അത് നേരിൽ കാണുവാനും അനുഭവിച്ചറിയാനും ശ്രമിക്കുന്നു. ഗ്രീൻ പ്ലൈ ഗ്രീൻ പ്ലാറ്റിനം എന്ന പുതിയ ഒരു ഉൽപ്പന്നം ലോഞ്ച് ചെയ്തു. അവരിവിടെ ഉന്നയിക്കുന്നത് ഗ്രീൻ പ്ലാറ്റിനം മറ്റ് പ്രതിയോഗികളെ അപേക്ഷിച്ച് ഇരട്ടി ഫയർ റിട്ടാർഡന്റും വാട്ടർ പ്രൂഫും അതോടൊപ്പം സീറോ എമിഷനും പുറന്തള്ളുന്നു. കാരണം ഈ ഉൽപ്പന്നം പെൻ ടെക്നോളജിയാൽ പരിഷ്കരിച്ചതിനാൽ ഇന്ന് ശാസ്ത്രജ്ഞരുടെ സഹായത്തോടെ നമ്മൾ ഗ്രീൻ പ്ലാറ്റിനത്തിന്റെ ഈ അവകാശവാദം തെളിയിക്കാൻ ശ്രമിക്കുന്നു. എങ്കിൽ വരൂ, പോകാം അവരുടെ R&D ലാബിലേക്ക്. നമ്മോടൊപ്പം ഇന്നുള്ളത് ഗ്രീൻ പ്ലൈ ഇൻഡസ്ട്രീസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ മിസ്റ്റർ പാർത്ഥോനാഥ് ജിയാണ്. ഇദ്ദേഹം നമ്മെ സഹായിക്കും ഗ്രീൻ പ്ലാറ്റിനത്തിന്റെ വാദങ്ങളെ പരീക്ഷിക്കുന്നതിൽ. ഏറ്റവും ആദ്യം ഒരു സുപ്രധാന ചോദ്യം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ പെൻ ടെക്നോളജി എന്താണ്? നോക്കൂ, തീ പിടിക്കാൻ 3 കാര്യങ്ങൾ ആവശ്യമാണ്: ഇന്ധനം, ഓക്സിജൻ, പിന്നെ താപം. തടി പ്ലൈവുഡിലുണ്ട്. അത് തീപിടുത്തത്തിൽ ഇന്ധനം പോലെ പ്രവർത്തിക്കുന്നു. താപവുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ തടിയിലുള്ള സെല്ലുലോസും ലിഗ്നിനും കത്തിപ്പിടിക്കുന്ന വാതകങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. അവ അഗ്നി ആളിക്കത്തിക്കാനും പടർത്താനും ഓക്സിജനുമായി കൂടിച്ചേരുന്നു. എന്നാൽ ഗ്രീൻ പ്ലാറ്റിനത്തിൽ അടങ്ങിയ ഫോസ്ഫേറ്റ് എൻറിച്ച്ഡ് നാനോ കണങ്ങളെ, അതിനെയാണ് പെൻ ടെക്നോളജി എന്ന് വിളിക്കുന്നത്, പ്ലൈയുടെ വശത്ത് ഒരു പാളി രൂപീകരിക്കുന്നു. വിറകുമായി സമ്പർക്കം പുലർത്തുന്നതിനാൽ ഓക്സിജനെ തടസ്സപ്പെടുത്തുന്നു. അതിനാൽ തീ പതുക്കെ പടരുകയുള്ളൂ. അത് കൊള്ളാം. എന്നാൽ യഥാർത്ഥത്തിൽ ഇത് മാർക്കറ്റിൽ ലഭ്യമായ മറ്റ് ഫയർ റിട്ടാർഡന്റ് പ്ലൈവുഡുകളിൽ നിന്നും അഗ്നിക്കെതിരെ ഇരട്ടി പ്രഭാവശാലിയാണോ? നമുക്ക് നോക്കാം. ഇനി നോക്കാം, ഗ്രീൻ പ്ലാറ്റിനം നിയന്ത്രിത സാഹചര്യങ്ങളിൽ വിപണിയിലെ മറ്റ് ഫയർ റിട്ടാർഡന്റുകളെ വെച്ച് താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു പരിശോധനയിൽ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന്. ഇപ്പോൾ നമ്മൾ കണ്ടതുപോലെ 45 മിനിറ്റിൽ കുറച്ചധികം സമയമേ ആയുള്ളൂ. മറ്റേ ഫയർ റിട്ടാർഡന്റ് പ്ലൈവുഡിൽ അഗ്നി പ്രവേശിച്ചിരിക്കുന്നു. എന്നാൽ ഗ്രീൻ പ്ലൈയെ നോക്കിയാൽ അഗ്നി പകുതി ദൂരമേ കടന്നിട്ടുള്ളൂ. 90 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. തീ ഇപ്പോഴും ഗ്രീൻ പ്ലാറ്റിനത്തിലേക്ക് പൂർണ്ണമായും തുളച്ചു കയറുന്നില്ല. ഇതിൽ പുകയും കുറവാണ്. കൊള്ളാമല്ലേ? അപ്പോൾ ഒരു കാര്യം വ്യക്തമായിരിക്കുന്നു. ഗ്രീൻ പ്ലാറ്റിനം മാർക്കറ്റിലുള്ള എല്ലാ പ്ലൈവുഡുകളെക്കാളും ഇരട്ടി മെച്ചമാണ്. എന്നാൽ ഇനി നോക്കേണ്ടത് ഇത് വെള്ളത്തെ അപേക്ഷിച്ച് ഈ ഇരട്ടി മികവ് കാഴ്ചവെക്കുമോ എന്നുള്ളതാണ്. ഇനി നോക്കാം, ഗ്രീൻ പ്ലാറ്റിനം വാട്ടർ പ്രൂഫിലും ഇരട്ടി മികച്ചതാണോ എന്ന്. നമ്മൾ ഗ്രീൻ പ്ലാറ്റിനത്തിൽ ഇരട്ടി എന്ന് ക്ലെയിം ഉന്നയിക്കുകയാണെങ്കിൽ അതിനർത്ഥം ഗ്രീൻ പ്ലാറ്റിനത്തിന് 144 മണിക്കൂർ തിളയ്ക്കുന്ന വെള്ളത്തിൽ പരീക്ഷണം നേരിടേണ്ടി വരുമെന്നാണ്. എങ്കിൽ നോക്കാം എന്ത് സംഭവിക്കുമെന്ന്. ഗ്രീൻ പ്ലാറ്റിനത്തിന്റെ ഒരു കഷ്ണം വെട്ടിത്തിളയ്ക്കുന്ന വെള്ളത്തിലിടുമ്പോൾ. എങ്കിൽ നോക്കാം ഗ്രീൻ പ്ലാറ്റിനത്തിന്റെ ഇരട്ടി ജലപ്രതിരോധ അവകാശവാദം ശരിയാണോ എന്ന്. 144 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. ബോയിലിംഗ് വാട്ടർ ടെസ്റ്റിൽ നമുക്ക് കാണാവുന്നതുപോലെ ഗ്രീൻ പ്ലാറ്റിനത്തിന്റെ ഒരു പാളിയും ഇളകിയിട്ടില്ല. ഇത് സൂചിപ്പിക്കുന്നത് ഇത് ഡബിൾ ബോയിലിംഗ് വാട്ടർ പ്രൂഫ് ആണെന്നാണ്. ഇനി നോക്കാം, ഗ്രീൻ പ്ലാറ്റിനം ശരിക്കും സീറോ എമിഷൻ പ്ലൈവുഡ് ആണോ അല്ലയോ എന്ന്. ഇതിനായി ഓൾറെഡി ഒരു സെറ്റപ്പ് റെഡിയാണ്. ഇവിടെ നമ്മൾ പ്ലൈവുഡിൽ അടങ്ങിയിരിക്കുന്ന ഫോർമലിനെ ശേഖരിക്കും. നമ്മൾ ഗ്രീൻ പ്ലാറ്റിനം പ്ലൈവുഡിന്റെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ ടൊളുവിൻ ലൈനിയിൽ 100 ഡിഗ്രിയിൽ തിളപ്പിക്കും. ശേഷം ഇതിൽ അടങ്ങിയിരിക്കുന്ന ആവി തണുത്ത വെള്ളത്തിൽ ശേഖരിക്കും. ഫോർമലിൻ കലർന്ന ഈ വെള്ളത്തെ നമ്മൾ ഡിസ്റ്റിൽഡ് വാട്ടറിനോടൊപ്പം UV സ്പെക്ട്രോ ഫോട്ടോമീറ്ററിൽ പരിശോധിക്കും. ആദ്യം നമ്മൾ ഫോട്ടോ സ്പെക്ട്രോമീറ്ററിൽ ഡിസ്റ്റിൽഡ് വാട്ടറാണ് ഒഴിക്കുന്നത്. ഒപ്പം റീഡിംഗും പരിശോധിക്കാം. ഏറ്റവും ശുദ്ധമെന്ന് കരുതപ്പെടുന്ന ഡിസ്റ്റിൽഡ് വാട്ടറിന്റെ അബ്സോർബൻസ് 0.0 ആണ്. ഇതിനെ ആസ്പദമാക്കി നമ്മുടെ ഫയർ റിട്ടാർഡന്റ് പ്ലൈവുഡിന്റെ ഫോർമലിൻ പരിശോധന ഈ സ്പെക്ട്രോ ഫോട്ടോമീറ്ററിൽ നമ്മൾ പരിശോധിക്കും. എന്താണ് ഫലമെന്ന് നോക്കാം. നമ്മൾ കാണുന്നത് പോലെ ഇതിന്റെ റീഡിംഗ് 0.064 ആണ്. അതായത് 0 തുല്യം. ഇതിനർത്ഥം നമ്മുടെ പരിസ്ഥിതിക്കനുസരിച്ച് ഒപ്പം
പൊല്യൂഷൻ എല്ലാം നോക്കുന്ന അമേരിക്കൻ കമ്പനിയായ കാർബ് പറയുന്നത് ഇത് വളരെ ശുദ്ധമാണ്. ഇത് ഏറ്റവും ശുദ്ധമായ E0 പ്ലൈവുഡാണ്. ഇതേപോലെ ഈ ടെസ്റ്റ് നമ്മൾ ആവർത്തിക്കും മാർക്കറ്റിൽ ലഭ്യമായ മറ്റൊരു ഫയർ റിട്ടാർഡന്റ് പ്ലൈവുഡിൽ നിന്ന് ലഭിച്ച ഫോർമലിൻ മിശ്രിതവും ജലവുമായി. ഇനി നോക്കാം ഇതിൽ എന്ത് റീഡിംഗ് വരുമെന്ന്. സാമ്പിളിന്റെ റീഡിംഗ് 1.148 ആണ്. ഇത് വളരെ കൂടുതലാണ്. ഇത് E1 അല്ലെങ്കിൽ E2 കാറ്റഗറി പ്ലൈവുഡാണ്. കൂടാതെ ഒരു അടഞ്ഞ മുറിയിൽ അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ ഇത് അപകടകാരിയാണ്. അപ്പോൾ നമുക്ക് പറയാം നമ്മുടെ പ്ലൈവുഡ് E0 കാറ്റഗറിയിൽ പെടുന്നതാണ്. അതിനാൽ 0 എമിഷൻ എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ നമ്മൾ കണ്ടു, ഗ്രീൻ പ്ലാറ്റിനം സകല അവകാശവാദങ്ങളും ശരിവെക്കുന്നു. ഇത് മറ്റ് പ്ലൈവുഡുകളിൽ മികച്ചതുമാണ്, ഒപ്പം 0 എമിഷൻ പ്ലൈവുഡുമാണ്. ഗ്രീൻ പ്ലാറ്റിനത്തിന്റെ മികവ് മനസ്സിലാക്കാൻ ഗ്രീൻ പ്ലൈ നിങ്ങൾക്ക് നൽകുന്നു 2 ഇരട്ടി മണി ബാക്കും 30 വർഷത്തെ വാറണ്ടിയും. തങ്ങളുടെ ഉൽപ്പന്നത്തിൽ അവരെത്രമാത്രം വിശ്വസിക്കുന്നുവെന്ന് ഇത് തെളിയിക്കുന്നു. കൂടാതെ ഇത്രയും പരീക്ഷണങ്ങളുടെ ഫലം കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ഈ മണി ബാക്കിന്റെ ആവശ്യമേ വരില്ലെന്നാണ്.